ശുചിമുറി തുറന്നു കൊടുക്കാത്ത പെട്രോൾ പമ്പിനെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് അധ്യാപികയായ എൽ ജയകുമാരി. അടൂർ സ്വദേശിയായ അധ്യാപിക ഉപഭോക്തൃ കമ്മീഷനിൽ സ്വയം വാദിച്ച കേസാണ് വിജയിച്ചത്. ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച പമ്പിന് 1.5 ലക്ഷം രൂപയാണ് കമ്മീഷൻ പിഴയായി ചുമത്തിയത്. 2024 മെയ് 8 രാത്രി 11 മണിക്ക് കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്കും വരുന്ന വഴിയാണ് പയ്യോളിലെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ടീച്ചറും മകനും കയറിയത്. പൂട്ടിയിട്ടിരുന്ന ശുചിമുറിയുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പമ്പ് ജീവനക്കാർ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു. തെനങ്കാലിൽ പെട്രോൾ പമ്പിലാണ് നമ്മൾ കയറിയത്. സഹായാവസ്ഥ നമ്മൾ പറഞ്ഞു, രാത്രിയാണ്, എനിക്കിനി കുറേ ദൂരം പോകാൻ ഇനി പറ്റില്ല, മാക്സിമം ദൂരം ഇവിടെ വരെ യാത്ര ചെയ്ത് വന്നിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ തരാൻ പറ്റത്തില്ല, താക്കോലില്ല എന്നങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന കുറേ നമ്പറുകളുണ്ട്, മാനേജറുടെ നമ്പർ, ഡീലറുടെ നമ്പർ. ഈ നമ്പറുകളിലെല്ലാം ഞാൻ വിളിച്ചു. അപ്പോഴൊന്നും അവിടെ ഫോൺ എടുക്കുകയോ പ്രതികരിക്കുകയോ തിരിച്ചു വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനെ തുടർന്നാണ് നമ്മൾ പോലീസിനെ അറിയിച്ചത്. പോലീസ് വന്ന് നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നു. നിയമപോരാട്ടവും തനിച്ചാണ് അധ്യാപിക നടത്തിയത്. അതെ, സ്വയമായിട്ടായിരുന്നു. വക്കീലിൻ്റെ സഹായം ഞാൻ സ്വീകരിച്ചിരുന്നില്ല. വളരെ സന്തോഷമുള്ള കാര്യം. ഇത് എൻ്റെ വിജയമല്ല, ഇത് മുഴുവൻ സ്ത്രീകളുടെയും വിജയമാണ്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഓഫീസുകളിലും സ്ത്രീജനങ്ങൾ ഈ വാർത്ത കണ്ടവരെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയമായിരിക്കാം ഇത്. അധ്യാപികയോട് മോശമായി പെരുമാറിയ പമ്പുടമ 1,50,000 രൂപ പിഴയായും 15,000 രൂപ കോടതി ചെലവുമായും നൽകണം. ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും സ്ത്രീയോട് രാത്രി മോശമായി പെരുമാറിയെന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പമ്പുടമയ്ക്ക് കമ്മീഷൻ പിഴത്തുക വിധിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.